മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, പണ്ട് ധാരാളം പേര് ചോദിച്ചിരുന്നു, ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറില്ല, എന്നാലും ചിലർ ചോദിക്കാറുണ്ട്, നമ്മളുടെ ഈ പഴയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ അത്യന്തം ആധുനികമായിട്ടുള്ളത് അവൈലബിൾ ആയിരിക്കുമ്പോൾ എന്തിനാ പഴയതിലേക്ക് പോകുന്നേ? ഇതിന് ഞാൻ ഉത്തരം 2-3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ വേറൊരു രീതിയിൽ അതിനൊരു മറുപടി കൊടുക്കാം. ഇന്ന് ലോകത്തില് ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരവരുടെ കർമ്മമണ്ഡലത്തിലുള്ള വിഷയങ്ങൾ ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും ഭാവി കാലത്തിലെയും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ വിഷയവും. ഉദാഹരണത്തിന് ബയോടെക്നോളജി പഠിക്കുന്ന ഒരാള് അത്ഭുതകരമാം വിധത്തില് നമ്മുടെ അമ്മൂമ്മമാര് കടുമാങ്ങ കറി ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനറിയോ? പണ്ട് പ്രിസർവേറ്റീവ് ഇല്ലാതിരുന്ന കാലത്ത് എത്ര കാലം ഈ കടുമാങ്ങ കറി ചീത്തയാകാതെ സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അതൊരു വലിയ നോളജാണ്. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് കുട്ടികൾക്ക് ചെവി വേദന വരുമ്പോഴും മാറാഞ്ചേമ്പ് എന്ന് പറയുന്നൊരു ചേമ്പുണ്ട്, അതിൻ്റെ ചെറിയ തണ്ട് മുറിച്ചെടുത്ത് തീയിലിട്ടൊന്ന് പതുക്കെ നല്ലോണം വാട്ടിയെടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ആ മാറാഞ്ചേമ്പിലെ ഡ്രോപ്പ്, അതിലെ വെള്ളം ചെവിയിലേക്ക് ഒഴിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ചെവി വേദന മാറും. ചെവിക്ക് വേറെ ഒരു പ്രശ്നവും വരില്ല. അതേപോലെ തന്നെ ഓരോ തരത്തിലുള്ള ചെടികൾ, കയ്യിലെ മുറിവ്, കാലിലെ മുറിവ് മാറ്റാൻ, തലമുടി വളരാൻ, സ്കിന്ന് നന്നാവാൻ, ആരോഗ്യം വരാൻ, വൈറ്റാമിനുകളായിട്ട് ഇങ്ങനെയുള്ള 100 കണക്കിന് പോയിന്റുകൾ, ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കൽ, ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആയിരക്കണക്കിന് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആയിരക്കണക്കിന് തന്നെയാണ്. ആയിരക്കണക്കിന് അറിവുകൾ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതെടുത്ത് റിഫൈൻ ചെയ്ത് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ആധുനിക ലോകത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക്, ബാബിലോണിയ, മെസോപ്പൊട്ടേമിയ, റോം, ഈജിപ്ത്, ഇവിടെയൊക്കെ പഴയ കാലത്തെ അനുഭവങ്ങളൊന്നും ഇപ്പൊ അവൈലബിൾ അല്ല. അതൊന്നും ഇന്ന് അവൈലബിൾ അല്ല. പക്ഷേ ശരിക്ക് ഭാരതത്തിലെ പഴയ അറിവുകളെല്ലാം താളിയോല ഗ്രന്ഥങ്ങളിലുണ്ട്. അത് അറിവുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മൂമ്മമാരുണ്ട്, നാട്ടുവൈദ്യന്മാരുണ്ട്, ഒറ്റമൂലി ചികിത്സകരുണ്ട്, ധാരാളം കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്. ഈ താളിയോല ഗ്രന്ഥം ഉണ്ടാക്കുന്നത് തന്നെ ഒരു ടെക്നോളജിയാണ്. നാരായം കൊണ്ട് എഴുതുന്നത് തന്നെ ഒരു ടെക്നോളജിയാണ്. ചെറുതും വലുതുമായിട്ടുള്ള 100 കണക്കിന് ഐഡിയ വെച്ചുകൊണ്ട് ജീവിക്കുന്നത് തന്നെ ഒരു ടെക്നോളജിയാണ്. വാസ്തുവിദ്യക്കകത്തും ഒരു ടെക്നോളജി ഉണ്ട്, ജ്യോതിഷത്തിനകത്തും സൈക്കോളജിക്കൽ ടെക്നോളജി ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അടിമുടി ഒരു റിസർച്ച് നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. ഒരാൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെങ്കിൽ കമ്പ്യൂട്ടർ ചിപ്പ് മുതൽക്ക് റിസർച്ച് ചെയ്ത് PCB, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുണ്ടാക്കിയിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിന് പകരം ഇതെല്ലാം ഇന്ന് റെഡിലി അവൈലബിൾ ആണ്. കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്തുണ്ടാക്കാം. സാധനങ്ങൾ അവൈലബിളാണ്. അതേപോലെ നമ്മുടെ പൂർവികമായ അറിവുകൾ റെഡിമെയ്ഡ് ആയിട്ട് അറിവുള്ളവരുണ്ട്. അതിൽ നിന്ന് എടുക്കാനുള്ളത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പക്ഷെ അതിനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റിൽ കണ്ടു, മറ്റ് സോപ്പുകളേക്കാൾ ഇരട്ടി വെളിച്ചെണ്ണ അതിനകത്തുണ്ടെന്ന്. വെളിച്ചെണ്ണയ്ക്ക് സോപ്പിൽ തേക്കുമ്പോൾ ഒരു ഔഷധ ഗുണവും ഇല്ല. ഇതിൽ വേറൊരു അഡ്വർടൈസ്മെന്റിൽ കണ്ടു, ഈ സോപ്പ്
5 പേര് ഉപയോഗിക്കുന്നതിൽ 4 പേര് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. പച്ച കള്ളാണത്. സോപ്പ് ശരീരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സോപ്പിന്റെ പത 5, 10, 20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഒരു 0.1% ഗുണം കിട്ടുന്നല്ലാതെ ശരീരം ക്ലീൻ ചെയ്യാൻ ഏത് സോപ്പ് ഉപയോഗിച്ചാലും അത് ശരീരത്തിന്റെ തൊലിക്ക് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ വെളിച്ചെണ്ണയുടെ പേരായാലും 21 ആയുർവേദ മൂലികകളെ ചേർത്ത് 100% എഫക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ എണ്ണയായാലും സോപ്പായാലും എല്ലാം ഡേ ലൈറ്റ് പറ്റിക്കലാണ്. ഉറപ്പിച്ചു പറയാം, ഡേ ലൈറ്റ് പറ്റിക്കലാണ്. ഈ സോപ്പുകളിൽ തേക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ഒന്നും തന്നെ ശരീരത്തെ ബാധിക്കില്ല. ഞാൻ ഇത് രണ്ടും കൂടി ചേർത്ത് എന്തിനാ പറഞ്ഞറിയോ? ഒന്ന്, ആയുർവേദവും അതുപോലെയുള്ള പൈതൃക നോളജുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ സംസ്കരിച്ച ആധുനികമായിട്ടുള്ള ജനതയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാം. അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതേ സമയത്ത് അതിൻ്റെ ചില വരികൾ ഉപയോഗിച്ച് തനി പറ്റിക്കൽ അപ്പുറത്ത് നടക്കുമ്പോൾ ലവണതൈലം പോലെയാണ്. ലവണതൈലം ഇല്ലാതെയാക്കിയത് ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ തന്നെയാണ്. കാരണം ലവണവും ഉപ്പും എണ്ണയും തമ്മിൽ ചേരില്ല എന്ന മിനിമം തിയറി പോലും മനസ്സിലാക്കാതെ 125 കോടി രൂപയുടെ ബിസിനസ് നടത്തിയ ആളെ പോലെയാണ് ആയുർവേദ സോപ്പുകള്, ആയുർവേദ എണ്ണകള്, ആയുർവേദ മരുന്ന് എന്നൊക്കെ പറയാം. ആയുർവേദ എണ്ണയ്ക്ക് കുറച്ച് എഫക്റ്റ് ഉണ്ട്, പക്ഷേ വെളിച്ചെണ്ണയ്ക്കോ അല്ലെങ്കിൽ അതുമാതിരി ഉള്ളതിനെ പറഞ്ഞ് പറ്റിച്ച് എക്സാജറേറ്റ് ചെയ്ത് അഡ്വർടൈസ്മെന്റിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും ശരികളെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള അറിവുകൾ ഇവിടെ ഉണ്ട്. ആ അറിവുകൾ ഇന്ന് ലോകത്തിന് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഒരൈഡിയ. ശരിക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു വലിയ പഠനമാണ് കുംഭമേളയില് ക്രൗഡ് സൈക്കോളജി വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ക്രൗഡ് സൈക്കോളജി, ഒരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ 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 എന്ന ചിന്തയാണ്. കുംഭമേളയിൽ മാത്രമാണ് ആ എൻ്റെ എന്നുള്ള ചിന്തയല്ല, നിങ്ങൾ ആദ്യം കുളിച്ചോളൂ, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവട്ടെ എന്ന്. അതൊരു ഐഡിയ ആണ്. ബോംബെയിൽ ഈ ടിഫിൻ ബോക്സ് ജനങ്ങൾക്ക് എത്തിക്കുന്ന ലക്ഷക്കണക്കിന് ടിഫിൻ ബോക്സ് എത്തിക്കുന്ന ആ ടെക്നോളജി ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന HBR എന്ന ഏറ്റവും ഉജ്ജ്വലമായ ബിസിനസ് വീക്ക്ലിയിൽ വരികയുണ്ടായി. അപ്പൊ ശരിക്ക് അതൊരു ഐഡിയ ആണ്. യോഗ ഇന്ന് ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്നു. മന്ത്ര ആലാപനം ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്നു. വേദമന്ത്ര പഠനം വേദമന്ത്രം കേൾക്കുന്നത് ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്നു. അതേപോലെ ധാരാളം കാര്യം. ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്നാല് യോഗയും മന്ത്രവും മരുന്നും മൂന്നും കൂടി യോജിപ്പിച്ചിട്ടാണ് ന്യൂ ഏജ് തെറപ്പി പറയുന്നത്. ഇത് നമ്മുടെ പൈതൃകത്തിൽ നിന്ന് ലഭിക്കുന്ന അത്രയും അറിവുകൾ ശരിക്കും ഇനിയും ഗവേഷണം നടത്താനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കാം. ഒരറിവും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ന ഒരു ചെടി കണ്ണിന് നല്ലതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ചെടി എടുത്തിട്ട് കണ്ണിന് നല്ലതാണോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. ആ ചെടിയെക്കുറിച്ച് ഒരു അറിവും ഇല്ല എന്ന് വിചാരിക്കാം, പിന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്യുക? അപ്പൊ അങ്ങനെ നമ്മുടെ പൈതൃകത്തില് ധാരാളം അറിവ്. ഇപ്പൊ നെറ്റിയിൽ ചന്ദനം തേക്കുന്നത് നല്ലതാണ്. ശരിക്കും 50 പേരുടെ നെറ്റിയിൽ ചന്ദനം ചേർത്ത് പരീക്ഷിച്ച് നോക്കാം, എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ചെവിയിൽ തുളസി വെച്ച് നോക്കാം, ആ തുളസിയുടെ അംശം ശരീരത്തിൽ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ തുളസിക്ക് പകരം ഏതെങ്കിലും മരുന്ന് ചെവിയുടെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ലഭിക്കും. വായിക്കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല, ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ധാരാളം കാര്യം. ഒരു കാര്യമല്ല, ഞാൻ 10,000 കണക്കിന് എന്ന വാക്ക് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണ്. നമ്മുടെ പൈതൃകത്തിലുണ്ട്. ആ പൈതൃകത്തിലെ നന്മകൾ അന്ധമായിട്ട് എതിർക്കാതെ, പുച്ഛിക്കുകയും തമസ്കരിക്കുകയും അവഹേളിക്കുകയും ചെയ്യാതെ, തുറന്ന മനസ്സോടുകൂടി ഐഡിയയ്ക്ക് വേണ്ടി ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും അന്വേഷിക്കുന്ന അറിവുകളുള്ള ഭാരതത്തിലെ അറിവുകൾ ഇന്ന് ലോകമെമ്പാടും സ്വീകരിച്ചിരിക്കുന്നു. ലോകമെമ്പാടും സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് അവിടെ ചെന്ന് കണ്ടിട്ടും കേട്ടിട്ടുമാണ്.
അവിടെ ചെന്ന് കണ്ടിട്ടും കേട്ടിട്ടുമാണ്. അതുപോലെ അവരുടെ നന്മകൾ നമ്മൾ എടുക്കണം. ഉദാഹരണമായിട്ട് ഇന്നലെ സ്മൃതി ഇറാനി HRD മിനിസ്റ്റർ പറയുകയുണ്ടായി, ഭാരതത്തിലെ എല്ലാ IIT-കളിലും ഇനി മുതൽക്ക് സിലബസ് സെറ്റ് ചെയ്യുന്നത് ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും അമേരിക്കയിലെ മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബോസ്റ്റണിലെ MIT-യുമായിരിക്കും. അപ്പൊ അവര് സിലബസ് നമ്മുടെ കാര്യത്തിന് സെറ്റ് ചെയ്യുന്നു, നമ്മുടെ അറിവ് അവരെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. നമുക്ക് അവർക്കായിട്ട് കൊടുക്കാനുള്ളത് ശരിക്കും നല്ല പൈതൃക അറിവാണ്. അപ്പൊ നമ്മൾ ഈ പൈതൃക അറിവ് ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഒരാളുടെ അടുത്ത് ഞാൻ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചത്, സാറിന് PhD ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കണ്ടാൽ കൊള്ളാം. അതായത് എനിക്ക് യഥാർത്ഥത്തിൽ PhD ഉണ്ടോ എന്ന് ആൾക്ക് സംശയമാണ്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈ PhD സർട്ടിഫിക്കറ്റ് വായിക്കാൻ കഴിവുള്ള യോഗ്യതയാവുന്ന ലെവലിലേക്ക് ഉയരട്ടെ, അപ്പൊ കാണിച്ചു തരാം എന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു യോഗ്യതയില്ലാത്തവര് ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ അംഗീകരിച്ചത് മാത്രമേ നിങ്ങളൊക്കെ അംഗീകരിക്കാവൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ മാനസികമായിട്ട് അല്പം അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കിതൊന്നും പറ്റില്ല. കാരണം അവർ ഇന്ത്യയെ എതിർക്കുക, ഭാരതീയ സംസ്കാരത്തെ എതിർക്കുക, പൈതൃകത്തെ എതിർക്കുക, അതിനുവേണ്ടി മാത്രം ജനിച്ചവരാണ്. അവരോടല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞത്, ബാക്കിയുള്ളവരോടാണ് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.